എന്നെ തല്ലണ്ട അമ്മാവ ഞാൻ നന്നാവൂല എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. ഏതാണ്ട് അതേമാതിരി നമ്മൾ കേരളത്തിലെ BJP കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. നിങ്ങൾ എന്നെങ്കിലും നന്നാവുമോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്തായിരിക്കും സാർ ഉത്തരം പറയുന്നത്? അത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഒരു പരിപ്രേക്ഷ്യം, ഒരു പരിസരം വളരെ വ്യത്യസ്തമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. നമ്മുടെ ഒരു വോട്ടിംഗ് രീതി തന്നെ വ്യത്യസ്തമാണ്. ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തപ്പെട്ട് ഈ ചിഹ്നങ്ങൾക്ക് നമ്മൾ ഏറെ അടിമകളും. അപ്പോൾ ഒരു രാഷ്ട്രീയ ധാരയിൽ നിന്ന് നമുക്ക് മറ്റൊന്നിലേക്ക് ഉള്ള ഒരു പ്രയാണം വളരെ സ്ലോ ആയിട്ട് സംഭവിക്കുന്ന ഒരിടമാണ് വാസ്തവത്തിൽ കേരളം എന്ന് പറയുന്നത്. നിങ്ങൾ CPM-ൻ്റെയോ യൂണിവേഴ്സിറ്റിയുടെ കൈപ്പറ്റിയുടെ പശുവിൻ കിടാവിൻ്റെയോ താമരയുടെയോ ഒക്കെ അടിമകളാണ് നിങ്ങൾ. ഇവിടെ നമ്മൾ കേരളത്തിൽ BJP ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഇപ്പോൾ RSSും BJPയും ഇത് രണ്ട് വ്യത്യസ്ത ധാരകളായി തന്നെയാണ് ഇപ്പോഴും ഒഴുകുന്നത്. ഇവർ തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ കേരളത്തിൽ മാത്രം അവസാനിക്കുന്നില്ല, മറ്റ് പലയിടങ്ങളിലും ഈ പിണക്കങ്ങളെ വളരെ കൃത്യമായിട്ട് പരിഹരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു കേഡർ സംവിധാനവും ബാക്കി ഇടപെടലുകളുമുണ്ട്. പക്ഷെ മറിച്ച് കേരളത്തിൽ ഇനി നമുക്ക് ഒന്ന് രണ്ട് കാര്യത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കേരളത്തിലെ കാലാകാലങ്ങളായി വളരെ പ്രഗത്ഭരായ ആൾക്കാർ BJPയുടെ നേതൃപദവിയിൽ ഇരുന്നിട്ടുണ്ട്. ഇവരാരും മോശക്കാരല്ല. പക്ഷെ പിന്നീട് ഈ കാലഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ജയിക്കുകയോ തോൽക്കുന്നുള്ള അവരുടെ കാര്യം നമ്മുടെ വിഷയമല്ല. പക്ഷെ ഒരു നിരന്തരമായി ഒരിക്കൽ തോക്കുന്നു, വീണ്ടും തോൽക്കുന്നു, വീണ്ടും തോൽക്കുന്നു. അപ്പോഴാണ് ആ എന്തോ ഒരു രോഗം കൃത്യമായി ഇതിനെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് സ്പഷ്ടമാണത്. അപ്പൊ ഇവരാദ്യം മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഈ ഇടതുപക്ഷ പ്രസ്ഥാനം തന്നെ ഇത്രയൊക്കെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറയും. പക്ഷെ എന്നിട്ടും അവർക്ക് വലിയ ഇളക്കം തട്ടുന്നില്ല. അപ്പൊ അതായത് അവര് ഗ്രാസ് റൂട്ടിൽ വളരെ കൃത്യമായ ആൾക്കാരുടെ മനസ്സിൽ കയറി പറ്റി കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എന്തിന് കൊറോണ നടന്നപ്പോൾ തന്നെ വന്ന സമയത്ത് അവർ പൊതുച്ചോറോട്ട് ഇറങ്ങി. പൊതുച്ചോറ് നമ്മൾ കളിയാക്കി. ഈ പൊതുച്ചോറ് അന്ന് കൊടുത്തൊരു ആശ്വാസം ഭയങ്കര വലുതാണ്. അപ്പൊ നിങ്ങൾക്കത് വോട്ടായി വരണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ പൊതുജനങ്ങളുടെ ഇഷ്യൂവിൽ ഏറെ നാളായി ആ ഓരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവർ വളരെ കൃത്യമായി ആദ്യകാലങ്ങളിൽ ഇടപെട്ട് അവരുടെ ഒരു ചിന്താധാരയെ അവർ മറ്റിടങ്ങളിലേക്ക് പകർത്തി വെച്ചു. ഇത്തരം ഇടപെടൽ കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല. അവർ പിന്നെ എങ്ങനെ ഈ ഇടപെടൽ ഇപ്പൊ സാർ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്തില്ല. പിന്നെ എന്തുകൊണ്ടാണ്? അതൊക്കെ വരാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇനി കോൺഗ്രസ് എന്ന് പറയുന്നത്, കോൺഗ്രസ് അന്നും ഇന്നും ഒരു ദേശീയ വികാരമാണ്. അതൊരു വികാരമാണ്, ഒരു ആൾക്കൂട്ടമാണ്. അവർ തമ്മിലടിക്കും, പിണങ്ങും, വീണ്ടും ഒത്തുചേരും, ഫോട്ടോ എടുക്കും, കെട്ടിപ്പിടിക്കും, വീണ്ടും പിണങ്ങും. ഇതൊരു കോൺഗ്രസിന് ഇത് പ്രത്യേക ഒരു ഐഡിയോളജിയുടെ കാര്യത്തിലൊന്നും അല്ല മുന്നോട്ട് പോകുന്നത്. അതിപ്പോഴും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വികാരം മനുഷ്യന്റെ മനസ്സിലുണ്ട്. അവർ വായിച്ചും കണ്ടും കേട്ടും അവിടെ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. ഇപ്പൊ കോൺഗ്രസ് എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലേക്കുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു. അത് അന്ന് പണ്ട് രാഷ്ട്രീയ മുക്തമായിരുന്നു. പിന്നീട് അത് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് മാറുകയാണ്. അപ്പൊ അതിന് സ്വാഭാവികമായി ഇന്ത്യയിൽ, അല്ലെങ്കിൽ പിന്നെ പ്രിയങ്ക ഗാന്ധിക്ക് ഇവിടെ വന്നിട്ട് ഇത്രയും വലിയ പുരുഷൻ ജയിച്ചു പോകാൻ പറ്റും. കേരളം അവിടെ ഒരു കമ്മ്യൂണിറ്റി ഒരു സപ്പോർട്ട് കൊടുത്തു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ കോൺഗ്രസിന്, അതാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയാൻ തന്നെ കാരണം, ഇത് എവിടെയെങ്കിലും കിടന്നാൽ ആളിക്കത്തി തിരിച്ചു വരുമെന്ന് അറിയാം. കാരണം ആ ഒരു വികാരം ജനത്തിന്റെ മനസ്സിലുണ്ട്. അത്തരം ഒരു വികാരത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഒരു പ്രത്യേക അർത്ഥത്തില് ഒരു കാര്യം നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പൊ സാറ് സൂചിപ്പിച്ചല്ലോ, ഇടതുപക്ഷം, അതായത് അതിനെ നയിക്കുന്ന CPM, ഇപ്പുറത്തെ കോൺഗ്രസ്, ഈ രണ്ട് കക്ഷികളും കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. ഇപ്പൊ കോൺഗ്രസ് ആണെങ്കിൽ സ്വാതന്ത്ര്യ കാലം മുതൽ കോൺഗ്രസ് ഉണ്ട്. അവർക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിന്ന് കേരള സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് തന്നെ അവരിവിടെ ഈ പറഞ്ഞതുപോലെ ഈ തൊഴിലാളി പ്രശ്നങ്ങളിലും അതുപോലെ തന്നെ ഈ ജാതീയമായ വേർതിരിവുകളിലും തൊട്ടുകൂടായ്മ പോലുള്ള സാമൂഹ്യ പ്രശ്നങ്ങളിലൊക്കെ ഇവർ തുടക്കത്തിൽ അങ്ങനെ ഇടപെട്ട് കൃത്യമായ ഒരു ചാക്രികമായ വളർച്ചയിൽ കൂടിയാണ് ഈ രണ്ട് പാർട്ടികളും കേരളത്തിൽ വേറെ. അത്തരത്തിലുള്ള ഒരു അവസരം BJP കിട്ടാതിരുന്നതിന്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. കിട്ടാതിരുന്നു, അതാണ് ഞാൻ പറഞ്ഞത്. കിട്ടാതിരുന്നു എന്നത് നേരിട്ട് ഇവർക്ക് കിട്ടിക്കൊള്ളണം നിർബന്ധമില്ല. അന്നും BJPയുടെ പഴയകാല രൂപമൊക്കെ കേരളത്തിലുണ്ടായിരുന്നു. പക്ഷെ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് രൂപീകൃതമായതിനു ശേഷം അപ്പോഴും ഇപ്പോഴും അവർ അത്തരത്തിലൊരു ഒരു വൈമുഖ്യമുണ്ട് അവർക്ക്. ഇത് ഇവർക്ക് തമ്മിലടിക്കാനുള്ള അത് വടക്കോട്ട് നോക്കിയിട്ട് അതിൽ അഹങ്കരിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് അങ്ങനെ കൊടുക്കുന്ന സ്ഥലമല്ല കേരളം. ഇപ്പൊ തന്നെ ഇടതുപക്ഷ പാർട്ടികൾക്കായാലും കോൺഗ്രസ് പാർട്ടികൾക്കും അനുയായികൾക്ക് കൂടെ ചേർന്ന് നിന്നാൽ എന്തെങ്കിലും ഒരു പണി അവിടെ പണി ഇവിടെ എന്തെങ്കിലുമൊക്കെ അവർക്ക് കിട്ടും എന്നുള്ള മനുഷ്യൻ അങ്ങനെയാണ് എപ്പോഴും.
അപ്പോൾ അത് തൊഴിലില്ലായ്മ കേന്ദ്രമായിട്ടല്ല ഞാൻ പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള സഹായം ആ വീട്ടിലൊരു ആവശ്യം വന്നാൽ ഇതൊന്നും BJP ചെയ്യില്ലെന്നല്ല പറയുന്നത്. പക്ഷെ വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ പിന്നെ ഇത് കൊണ്ടുപോകുന്നുണ്ട്. അവർ പിടിച്ചു നിർത്താൻ, അണികളെ പിടിച്ചു നിർത്താനുള്ള അവരുടെ ഒരു വിജയമുണ്ട്. അത് പല പല കാര്യങ്ങൾ ഇപ്പൊ തന്നെ നമ്മുടെ ചേലക്കര മണ്ഡലത്തിൽ കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം അവർ നേടിയെടുത്ത് അങ്ങനെയാണ്. അതിന് വിട്ടുപോകുന്ന ആൾക്കാർ ഇപ്പോഴും വൈമുഖ്യമുണ്ട്. ഭീഷണിപ്പെടുത്തി മാത്രമല്ല, ഭീഷണി ഒരു സൈഡിലുണ്ടായിരിക്കാം, അത് വേറൊരു കേസ്. പക്ഷേ BJP ഇപ്പോഴും അത്തരത്തിൽ അവരിപ്പോഴും പ്രതീക്ഷിക്കുന്നത്, ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ എന്താണ്? ക്രിസ്തീയ വോട്ടുകൾ കിട്ടും. എത്ര കിട്ടി? ഒരു വലിയ തെറ്റിദ്ധാരണയല്ലേ ഇത് കിട്ടുമെന്ന്. കണ്ടറിയാം. അപ്പൊ ഇതൊന്നും കിട്ടുകയല്ലെന്നേ, ഇതൊന്നും കിട്ടുകയല്ല. പരമ്പരാഗതമായി ക്രിസ്തീയ വോട്ടുകൾ കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പൊ അതോട് ചേർത്ത് കൂട്ടുകയാണ്. അതിനോട് നമ്മള് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോ BJP നമ്മൾ എല്ലാ കാലത്തും ആക്ഷേപിക്കുന്നത്, കോൺഗ്രസ് അടക്കം ഹിന്ദുത്വ പൊളിറ്റിക്സ് പിന്നെ എന്താണ് ഭയങ്കരമായിട്ട് പിന്നെ വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്ന പാർട്ടിയാണെന്നാണ് ഒരു ആക്ഷേപം ഉണ്ട്. ഒരു പരിധി വരെ അത് ശരിയുമാണ്. ഇപ്പോ ഉത്തരഭാരതം എന്നല്ല, കർണാടക മുതൽ അങ്ങോട്ടുള്ള രാജ്യത്തെ എല്ലാ ഭാഗങ്ങളിലും ഈ ഹിന്ദുത്വ പൊളിറ്റിക്സിന് പിന്നെ വേരോട്ടമുണ്ട്. അതിന് ഈ പറഞ്ഞതുപോലെ ആളുടെ ഇടയിൽ പിന്തുണയുമുണ്ട്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഈ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഹൈന്ദവത എന്ന് പറയുന്ന ഒരു ഒരു വികാരം കേരളത്തെ ഉപയോഗിച്ച് മറ്റ് സ്ഥലങ്ങളിൽ കുറച്ച് തീവ്രമാണ്. തീവ്രം എന്ന് പറയുന്നത് ഈ പിന്നെ കൊള്ളിവിക്കാനും കൊലപാതകത്തിനും പോകുന്ന അർത്ഥമല്ല ഞാൻ പറയുന്നത്. ആ തീവ്രം എന്ന് പറയുന്നത് ഹിന്ദുവിന്റെ സംസ്കാരങ്ങളിലും സനാതന സങ്കല്പങ്ങളിലും അതുപോലെ തന്നെ അവന്റെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളിലും ഒക്കെ ഒരു വിട്ടുവീഴ്ചയും തയ്യാറാവാത്ത ഹിന്ദുക്കളാണ് നമുക്ക് ഉത്തരഭാരതത്തിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിലെ ഹിന്ദു എന്ന് പറയുന്നത് കുറച്ച് മോഡറേറ്റ് ഹിന്ദുവാണ്. അതായത് അവനെ പെട്ടെന്ന് നമുക്ക് തീവ്രമായി അവനെ പ്രകോപിപ്പിക്കാനോ പറ്റില്ല, അല്ലെങ്കിൽ ഹിന്ദുക്കളെല്ലാം ചിന്തിപ്പിക്കാനോ കഴിയും. ഹിന്ദുക്കളെല്ലാം ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ യോ മാറി എന്ന് പറയും, നമ്മൾ വേറെ എന്തിന്റെ കുഴപ്പമെന്ന് ചോദിക്കും. കേരളത്തിലെ ഹിന്ദുക്കളുടെ പ്രത്യേകത. അതിന് ഞാൻ കാണുന്ന ഒരു കാരണം എന്ന് പറയുന്നത്, കാലാകാലങ്ങളായി CPM എന്ന് പറയുന്ന പാർട്ടി ഇവിടെ ഹിന്ദുക്കളിൽ ഉണ്ടാക്കിയെടുത്തുള്ള, നേരത്തെ സാർ തോമസ് ഈ ചിഹ്നത്തിന്റെ അടിമ എന്ന് പറഞ്ഞതുപോലെ, പിന്നെ ഈ പാർട്ടിയുടെ അറിഞ്ഞോ അറിയാതെയോ കേരളത്തിലെ നല്ലൊരു വിഭാഗം ജനവും ഈ പാർട്ടിയുടെ അടിമയായി മാറി എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഈ ഹിന്ദുത്വ എന്ന് പറയുന്ന അവന്റെ ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ, അത് ഈ പാർട്ടി ഐഡിയോളജി മിക്സ് ആയപ്പോഴത്തേക്ക് അത് മോഡറേറ്റ് ചെയ്യപ്പെട്ടു, അങ്ങനെ കോംപ്രമൈസ് ചെയ്യപ്പെട്ടു. ആ കോംപ്രമൈസ് ചെയ്യപ്പെട്ട ഹിന്ദുവാണ് കേരളത്തിലെ ഹിന്ദു എന്ന് പറയുന്നത്. അവരുടെ അടുത്ത് പിന്നെ ഏകോ സേഫ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ചിലവാവില്ല, നോർത്തിലെ സാധനം ചിലവാകും. അതാണ് നമ്മൾ സംഭവം കാണുന്നത്. ഈ തിരിച്ചറിവ് കേരളത്തിലെ BJPക്ക് ഇല്ലാതെ പോയെന്നുള്ളതാണ്. അത് പോയത് മാത്രമല്ല, അതിപ്പോ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അത് കൃത്യമായി തന്നെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇവിടുത്തെ ഇപ്പോ ഇച്ചിരി കൂടി തീവ്രമായി ചിന്തിക്കുന്ന പിന്നെ കൂടുതൽ റിലീജിയസ് ആയിട്ടുള്ള ഹിന്ദുക്കൾ വടക്കേ ഇന്ത്യയിലുണ്ട്. അപ്പോ അതിലും അപകടകാരിയാണ് ഇവിടെ BJP വളർന്നു കഴിഞ്ഞാൽ എന്നൊരു ബോധ്യം ആൾക്കാരുടെ മനസ്സിലേക്ക് കുത്തിവെക്കുന്നതിന് ഇടത് വലത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വിജയിച്ചു. അതിനെ മറികടക്കാനുള്ള ഒരു പിന്നെ പ്രവർത്തനം ഇവിടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഇവര് ചോദിച്ചു അവിടെ പോലെ ഇവിടെ ആ കാറ്റ് ഇങ്ങോട്ടും വീശി ഞങ്ങൾ അങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി, ഞങ്ങളെ വിജയിപ്പിച്ചിരുന്നു. അല്ല, അത് കണക്കൂട്ടണമല്ലോ. അങ്ങനെ ഒരു പാർട്ടി പ്രസ്ഥാനം കടന്നു വരുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഒരു 3-4 കൊല്ലത്തേക്ക് ഇവിടെ എന്തിനാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? ഇലക്ഷൻ വരുമ്പോൾ കുറെ ഫണ്ട് കേരളത്തിന് വേണ്ടി പോകുന്നു. അവർ ഒരു 8-10 കൊല്ലം ഒന്നുകിൽ കേരളത്തിലെ പാർട്ടി ആൾക്കാരെ അങ്ങോട്ട് അയച്ചിട്ട് എന്താണ് ഈ കേരള സംവിധാനം, എങ്ങനെ ഈ ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്ക് എങ്ങനെ കടന്നു വരണം, അങ്ങനെ ഒരു ട്രെയിൻഡ് ആൾക്കാർ വരണം. ഇത് അങ്ങനെയല്ല വാസ്തു. ഇവിടെ എപ്പോഴും പിണക്കങ്ങളാണ്. ആത്യന്തികമായി ചെന്ന് നിൽക്കുന്നത്, നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് ഇവിടെ ആരുടെയെങ്കിലും ഡയറിയിലെ പേരുകളാണ് മുഖ്യം. എപ്പോഴും അധികാരം ഇല്ലാത്തപ്പോഴാണെന്ന് ഓർക്കണം. അതായത് കാലാകാലങ്ങളായി ഈ കോൺഗ്രസും പിന്നെ CPM-ഉം കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന അവരുടെ ഒരു അനുഭാവ വൃന്ദമുണ്ട്, ഒരു ബേസ് ഉണ്ട്. ആ ബേസിനെ കൃത്യമായ പ്രോഗ്രാമുകളിൽ കൂടി മറികടക്കാൻ BJPക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ സ്ട്രാറ്റജി ഇതുവരെ കൊണ്ടുവന്നിട്ടുമില്ല. പക്ഷെ അതിന് പല കോണുകളിൽ നിന്നും ഈ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ മുനമ്പം വഖഫ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഇവർ എല്ലാവരും ഒരുമിച്ച് പ്രമേയം പാസ്സാക്കി അയച്ചു കൊടുത്തു. എന്നിട്ട് ഇത് പരിഹരിക്കുന്നു അവർ തന്നെ പറയുന്നു. അവിടെ BJP മുനമ്പത്ത് പോകുന്നു. സുരേഷ് ഗോപി പോയതിനു ശേഷമാണ് അവിടെ മുനമ്പം എല്ലാവരും കൂടെ ഓടി തള്ളാൻ തുടങ്ങി. എന്നിട്ട് അവിടെ മാറ്റിയിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അവിടുന്ന് വോട്ട് കിട്ടണമെന്നല്ല ഞാൻ പറയുന്നത്. അവിടെ ചെല്ലുന്ന സമയത്ത് ഇവരെ ആവശ്യമില്ലാതെ പ്രതീക്ഷിച്ചു. അപ്പോഴും കേരളത്തിലെ ഒരു മുഖ്യപത്രം ഞങ്ങൾ വഴിമാറി ചിന്തിക്കുമെന്ന് എഴുതി. ദീപികയാണ് അത് എഴുതി. ഞങ്ങൾ നാളിതുവരെയുള്ള വോട്ടിംഗ് പാറ്റേണിൽ നിന്ന് വഴിമാറി ചിന്തിക്കാൻ ക്രിസ്തീയ പിന്നെ അംഗങ്ങൾ
ഇനി അങ്ങനെ ചിന്തിച്ചേക്കും എന്ന് എഴുതി. അത്രയെങ്കിലും എഴുതാൻ അവർക്ക് സാധിച്ചു. തൊട്ടടുത്ത 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മറ്റൊരു പത്രം മനോരമ പറയുന്നു, നിക്ഷിപ്ത താൽക്കാരുടെ കൂടെ കമ്മ്യൂണൽ പോളറൈസേഷൻ ആരും വഴങ്ങി കൊടുക്കരുത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ പാർട്ടി കോൺഗ്രസ് സഭാംഗങ്ങൾ കോൺഗ്രസിനോട് മാത്രം കൂടുതൽ സഭാംഗങ്ങൾ അവിടെ ചേർന്ന് നിൽക്കുന്ന രീതി ഉണ്ടായിരുന്നു. അതിനെ മറികടക്കണമെങ്കിൽ നിങ്ങൾ ചുമ്മാതെ നിങ്ങൾക്ക് മുലമ്പം അതെന്ന് പറയണമെന്ന് കാര്യമില്ല. വളരെ കൃത്യമായ അജണ്ട അതിനകത്ത് വേണം. കൃത്യമായ അജണ്ട. ആൾക്കാർക്ക് വേണ്ടിയാണ് നിങ്ങൾ നിലകൊള്ളുന്നതെന്നും കേരളത്തിൽ ഹിന്ദുവിന് വേണ്ടിയല്ല നിങ്ങൾ നിലകൊള്ളുന്നതെന്നും പൊതു പ്രശ്നങ്ങൾക്ക് ജാതി മത വർഗ രാഷ്ട്രീയ ചിന്തകൾക്ക് ഉപരിയായി ഇത് ഞങ്ങൾ BJP എന്ന് പറയുന്ന പ്രസ്ഥാനം നിങ്ങളോടൊപ്പം ഉണ്ട് എന്നും അത് ആൾക്കാരുടെ അത് എക്സ്പീരിയൻസ് ചെയ്ത് ആൾക്കാർക്ക് ബോധ്യപ്പെടും. ഇങ്ങനെ കാലാകാലങ്ങൾ കൊണ്ടാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് വളർന്നത്. കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിട്ട് അവര് കാലാകാലങ്ങളായി കൈപ്പത്തി മാത്രം കുത്തി ശീലിച്ചവരാണ്. ഇനി അവരോട് മാറത്തുമില്ല. ഇപ്പോ വളരെ പ്രത്യക്ഷമായ ഉദാഹരണം വയനാട് ഇലക്ഷൻ കഴിഞ്ഞല്ലോ. അതാണ് പറയുന്നത്. വയനാട് ഇലക്ഷനിൽ നല്ലൊരു ഭാഗം അവിടെ ക്രിസ്ത്യൻ വോട്ടേഴ്സ് ഉണ്ട്. ഈ ദീപിക പറഞ്ഞതുപോലെയാണ് എങ്കിൽ അവരവിടെ താമരിക്കുന്നതായിരുന്നു. അപ്പൊ ഇവര് പറയുന്നതല്ല അവര് പ്രവർത്തിക്കുന്നത്. അവർക്ക് ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ ഒരു ചിഹ്നത്തിന്റെ അടിമയെ കിടക്കുന്ന കാരണം കൈപ്പത്തി എന്ന് പറയുന്ന അവർക്ക് പെട്ടെന്ന് ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒരു സംവിധാനം ഇപ്പോഴും കഴിയുന്നതല്ല. അപ്പോ BJP മനസ്സിലാക്കേണ്ട എന്താ, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ വേറൊരു കമ്മ്യൂണിറ്റിയെ പിന്നാലെ പോകുമ്പോ നിങ്ങൾ പ്രദാനം ചെയ്യുന്ന അല്ലെങ്കിൽ ദേശീയ തലത്തിൽ പ്രദാനം ചെയ്യുന്ന ഹിന്ദു കമ്മ്യൂണിറ്റി ഇവിടെ എന്ത് ചെയ്യും? അലോസരപ്പെടും. കാരണം നിങ്ങൾ ഞങ്ങളെ വിട്ടിട്ട് ക്രിസ്ത്യൻ വോട്ടേഴ്സിന്റെ പിന്നാലെ പോകുന്നു എന്ന് കുറച്ച് ആളുകളെങ്കിലും ചിലപ്പോ തെറ്റിദ്ധരിച്ചുകൂടായില്ല. പക്ഷേ കേരളത്തിന്റെ പ്രശ്നം ഇതൊന്നും അല്ല. കേരളത്തിലെ ജനങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി അംഗീകരിക്കണമെങ്കിൽ ജനകീയമായ വിഷയങ്ങളിൽ അതാണ് ഞാൻ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നിരന്തരമായ ഇടപെടലും അത് നിങ്ങൾ അവർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് ഒരു ബോധ്യം ഉണ്ടാവണം. അതുണ്ടാക്കാൻ BJP കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഇപ്പൊ തന്നെ ഈ ക്രിസ്തീയ അംഗങ്ങൾ അവർക്ക് വോട്ടിടാത്തതിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാണുന്നത് ആദ്യം നിങ്ങൾ നന്നാവൂതേ, നിങ്ങൾ തന്നെ പരസ്പരം പടപെട്ടി നിൽക്കുകയാണ്. പിന്നെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കും. ഇവിടെ പുറമെ എന്തൊക്കെയാണെങ്കിലും മറ്റു പാർട്ടികളിൽ ഇവർ വളരെ ഇപ്പൊ മുരളീധരൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇതിനെ എതിർത്തു. അങ്ങോട്ട് ചെല്ലില്ല എന്ന് പറഞ്ഞു. ചെന്നില്ലേ? പോയില്ലേ? പോയില്ലേ? കെട്ടിപ്പിടിച്ചില്ലേ? ചിരിച്ചില്ലേ? പിന്നീട് ഇതെല്ലാം തള്ളിക്കളഞ്ഞില്ലേ? ഇതാണ് രാഷ്ട്രീയം. അപ്പൊ ഒന്നുമില്ല, അവർ ഒരുമിച്ച് നിൽക്കും. ഒരു ആവശ്യം വരുമ്പോ ഈ ഒരു തോന്നൽ കൊടുക്കാൻ പോലും BJPക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള പരസ്പരം തമ്മിലടിച്ച് നിൽക്കുന്ന BJPയിൽ എങ്ങനെ വന്നൊരു വോട്ട് നിങ്ങൾ കുത്തും? നിങ്ങൾ എന്ത് വിശ്വസിച്ച് കുത്തും? നിങ്ങൾ ആദ്യം ഈ പറയുന്ന ഹിന്ദു ആണെന്ന് ഇരിക്കട്ടെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ, 5 പൈസയുടെ പ്രയോജനം അവർക്ക് പോലും ഇല്ല. പിന്നെങ്ങനെ മറ്റൊരു സമുദായം വന്ന് കൂടെ കൂടും? അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മറികടക്കാനുള്ള തന്ത്രങ്ങൾ ഇനിയെങ്കിലും. പിന്നെ ഈ നേതാക്കളുടെ കാര്യങ്ങൾ, എല്ലാ നേതാക്കളും ഒട്ടേറെ നേതാക്കൾ സംശയാലുകളാണ്. ആൾക്കാരുടെ സംശയത്തിന്റെ മുൾമുനയിൽ പലപ്പോഴും വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ പരസ്പരം എത്രയോ ആൾക്കാർ ഇപ്പൊ തന്നെ ഈ RSSകാർക്ക് അങ്ങോട്ട് ഒരു പൊളിറ്റിക്കൽ മറ്റൊരു സ്വാർത്ഥത അവർക്ക് ഇല്ല. അവർ മറ്റൊരു ലെവലിലുള്ള ആൾക്കാരാണ്. അവർ ആ ലെവലിലേക്ക് അവര് പ്രവർത്തനം നീക്കിക്കൊണ്ടു പോകും. അപ്പൊ അവർക്ക് ഇതിനകത്ത് ഒന്ന് അവരുടെ പലപ്പോഴും BJPക്ക് സഹായമാവുന്നത് RSS തന്നെയാണ്. RSS ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അവരും കൂടി ഇത് പറയുന്നത് സ്വീകരിച്ചു നോക്കി. ഈ നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, ഇന്ത്യയിൽ എവിടെയും ഈ ഹൈന്ദവ പൊളിറ്റിക്സ് വരുന്നതിന് മുമ്പ് ആദ്യം വന്ന സ്ഥലമാണ് കേരളം. സാറിന് ഓർമ്മയുണ്ടോ? ഹിന്ദു മുന്നണി തെങ്ങിന്റെ കേരളവർമ്മ രാജ പിന്നെ തിരുവനന്തപുരത്ത് മത്സരിച്ച തെങ്ങ് ചിഹ്നമായി മത്സരിച്ച അത് ഇന്ത്യയിൽ ആദ്യ സംഭവമായിരുന്നു. അതുപോലെ കഴിഞ്ഞില്ല. അതന്നെ, ഒരു ഹൈന്ദവ പൊളിറ്റിക്സ് വേര് പിടിച്ചത് കേരളത്തിലാണെന്നുള്ളതാണ് തുടക്കം. അവിടെയാണ് ഇവർ കിടന്ന് ഈ കൈകാലോട്ട് അടിക്കുന്നത്. അന്ന് കേരളവർമ്മ രാജ്യം ഞെട്ടിച്ചു കളഞ്ഞു. നേരിയ വോട്ടിനാണ് അന്ന് പരാജയപ്പെട്ടത്. ഒന്നത്. 2, KG മാരാർ എന്ന് പറഞ്ഞ നേതാവ് ഉണ്ടായിരുന്നു BJP 80കളിൽ. മഞ്ചേശ്വരത്തും അതുപോലെ ഉദുമയിലും 2 സീറ്റിലും ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് പോരാടി അദ്ദേഹത്തിന്റെ ഈ ജനകീയമായ ഒരു നേരത്തെ പറഞ്ഞ ജനകീയ പ്രശ്നം ഇടപെട്ട് വലിയ പേരെടുത്ത, എനിക്ക് തോന്നുന്നു KG മാരാരെ പോലെ അതിനുശേഷം കേരളത്തിൽ ഒരു BJP പേരെടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അദ്ദേഹം ഒന്ന് ഉണ്ടാക്കി വെച്ച ഒരു മുന്നേറ്റം പോലും ഇപ്പോ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇവർക്കുണ്ടാകും. അവിടെ നിൽക്കുകയാണ്, അത്ര പോലെ നിൽക്കുന്നില്ല. മാത്രമല്ല ഇതിൽ ഈ അത് ഈ കേരളവർമ്മ രാജയുടെ മത്സരമൊക്കെ നമുക്കറിയാം. ഈ BJP ജയിക്കുകയോ തോൽക്കുകയോ എല്ലാം ഞാൻ വീണ്ടും പറയുന്നു, അതൊക്കെ അവരുടെ കാര്യം. ഇവിടെ ഒരു തേർഡ് ഫ്രണ്ടിന്റെ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും. അതാണ് നമ്മുടെ പ്രശ്നം. ആ ഒരു സ്പേസ് മുതലെടുക്കാൻ അവർക്ക് കഴിയില്ല. അത് ലീഗിന്റെ നേതൃത്വത്തിൽ വേറൊരു പാർട്ടി ആയാലും ശരി, BJPയുടെ നേതൃത്വത്തിൽ വേറൊരു പാർട്ടി ആയാലും ഒരു തേർഡ് ഫ്രണ്ട് ഇല്ലെങ്കിൽ അതിന്റെ കുറവുകളാണ് കേരളം ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മള് കഴിഞ്ഞ ആഴ്ച കണ്ടാണ്. കാരണം ഈ വഖഫിന്റെ കടന്നുകയറ്റത്തിനെതിരെ 2 കക്ഷികളും ചേർന്ന് വഖഫിന് അനുകൂലമായി പാസ്സാക്കിയപ്പോ എതിർക്കാൻ ഒരാളിവിടെ ഇല്ല. അതാണ് പറയുന്നത്. ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ ഇന്ന് വരെ
കാരണം സ്വാഭാവികമായിട്ടും അത് ബി ജെ പിക്കുള്ള സ്പേസ് ആണെന്നാണ് അവരുടെ ധാരണ. അതെ പക്ഷെ ജനം വിശ്വസിക്കണ്ടേ? ആണ് അപ്പൊ അത് ഏതെങ്കിലും ഒരു പാർട്ടി ഇപ്പൊ നിൽക്കുന്ന ഈ പിന്നെ ഒരു മുന്നണി രാഷ്ട്രീയമാണല്ലോ കേരളത്തില്. അപ്പൊ അതിൽ നിന്ന് തന്നെ ചില മുന്നണികളെങ്കിലും അടർന്നു വന്ന് ഒരു തേർഡ് ഫ്രണ്ട് രൂപീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഇത് ഞങ്ങൾ എന്ത് ചെയ്യാനും നിങ്ങൾ മറച്ചു വെക്കും, നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ മറച്ചു വെക്കാം എന്നുള്ള ധാരണ അടിസ്ഥാനത്തിൽ പോകും. കേരളം അടപടലം അധപതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. പിന്നെ ആൾക്കാരുടെ ഒരു വിൽ പവറും കാര്യങ്ങളും ഒക്കെ ഉള്ള നേട്ടങ്ങളാണ് വാസ്തവത്തിൽ കേരളത്തിൽ ഒറ്റയ്ക്കും കൂട്ടായും പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടില്ല. അതിന് രാഷ്ട്രീയവും ജാതി മതമൊന്നുമില്ല. ഒരുമിച്ച് കേരളീയർ നിൽക്കുന്നത് കൊണ്ട് പലപ്പോഴുമാണ് സംഭവിക്കുന്ന ഈ നേട്ടങ്ങളുടെ പിന്നെ നേരവകാശികൾ എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാർ തന്നെയാണ്. അല്ലാതെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ ഇന്ന് ഓരോ ദിവസവും ഓരോ എന്താണ് വയോജന ദിവസം, ഇതൊരു വയോജന സൗഹൃദ നഗരം. നിങ്ങൾ ഇറങ്ങി നോക്കൂ, ഒരു സൗഹൃദം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഏറ്റവും മികച്ച നഗരം ആ നേരത്തിന് ഇങ്ങനെ കിടപ്പാണെങ്കിൽ മറ്റുള്ളവർ എല്ലാം പറയാനും നമ്മുടെ ആൾക്കാർക്ക് എങ്ങനെ ഗിമിക്കുകൾ കാണിച്ച് നമ്മളെ സ്വയം പറ്റിക്കാമെന്നും കൂടെ നിൽക്കുന്ന പറ്റിക്കാമെന്നൊക്കെ അറിയാം. എന്നിട്ട് കാര്യം നേടാനും അറിയാം. ഞാൻ പറഞ്ഞു വരുന്നത് BJP ഇനി ഏറെ പാഠം പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതൊന്നും അല്ല അവർക്ക് സ്ട്രാറ്റജി ഉണ്ടാവേണ്ടത്. വളരെ കൃത്യമായി ഇല്ലെങ്കിൽ അവര് ഇവർക്കൊക്കെ അത് അറിയാമായിരിക്കും. ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നൊരു നിർദ്ദേശം കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. എന്തിനാണ് നമ്മൾ ഈ ഇവിടുത്തെ പാവപ്പെട്ട ആൾക്കാരായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്, കൊല്ലരും കൊലയ്ക്ക് കൊടുക്കുന്നത്? നിങ്ങൾ മറ്റൊരു മാർഗം ചിന്തിക്കണം. ഇനിയും എനിക്ക് തോന്നുന്നു നേതൃത്വത്തെ കുറിച്ച് വല്ലതും പറഞ്ഞാൽ ഉടൻ തന്നെ പത്രസമ്മേളനമായി ഒന്ന് ആലോചിച്ച് ഒരു ആവശ്യവുമില്ലാതെ ശോഭാ സുരേന്ദ്രൻ ആയിക്കൊള്ളട്ടെ ഏറ്റവും മികച്ച ഒരു നേതാവാണ്. ഇവർ ഒരു ആവശ്യമില്ലാതെ ഈ സമയത്ത് പലരും മാധ്യമങ്ങളെ പ്രകോപിപ്പിക്കും. ആ മാധ്യമ മുതലാളിക്കെതിരെ വീണ്ടും പത്രസമ്മേളനം നടത്തുക. നിങ്ങൾ ഈ സമയം ഒഴിവാക്കൂ. ഈ സമയം നിങ്ങൾ അതിനുള്ള പക്വത കാണുന്നില്ല. അത് ദേശീയ നേതൃത്വത്തെ അടുത്ത് നിൽക്കുന്ന ഒരു പിന്നെ വനിതയാണ്. അപ്പൊ അവരുടെ ദേശീയ നേതൃത്വം പറയണം ഈ സമയത്ത് നിങ്ങൾ വിട്ടരുത്. നിങ്ങളിത് കഴിഞ്ഞതിന് ശേഷം പറയും. ആൾക്കാരുടെ പിന്നെ ആൾക്കാർ നോക്കുമ്പോ ആൾക്കാരിൽ ഇത് അവമതിപ്പുണ്ടാക്കാനേ ഇത് അതായത് ഈ BJP നേതാക്കൾക്ക് ഈ അഴിച്ചുവിട്ട രീതിയിലാണ് ഇപ്പൊ ഈ വെല്ലുവിളിക്കുന്ന സ്വഭാവം കുറച്ച് കൂടുതലാണ്. അത് ആരെടുത്തു കഴിഞ്ഞാൽ ഈ അല്ലെങ്കിൽ പിന്നെ ഈ ഇലക്ഷൻ സമയത്ത് ഒരു മാധ്യമത്തിനെ കരിയർ പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് പറയാമല്ലോ. എന്തെല്ലാം ചെയ്യും. അപ്പൊ പൊടുന്നിടവേ പിട്ടുന്നില്ല. അപ്പൊ അൻവർ കുറെ ദിവസം 6-7 ദിവസം നടത്തിയ പോലെ പിന്നെ BJP നേതാക്കൾ 6-7 ദിവസം നടക്കുകയാണ്. ഇലക്ഷനാണ് വരുന്നത്. അതിനെല്ലാം ഫലമാണ് ഇപ്പൊ കണ്ടത്. ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ അത് ജനങ്ങൾ ഒരു തേർഡ് ഫ്രണ്ടിന് വേണ്ടി ആഗ്രഹിക്കുന്നു സത്യസന്ധമായി. അതിലേക്ക് ഇവർക്ക് പോകാനേ കഴിയുന്നില്ല. ഈ അടുത്ത കാലത്ത് പോകുമെന്നും തോന്നുന്നില്ല. ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള ഒരു മുദ്രാവാക്യം മുന്നിൽ വെച്ചിട്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പിന്നെ BJP കൃത്യമായ സംഘടനാ സംവിധാനം കേന്ദ്ര നേതൃത്വം ഇടപെട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പെടുന്ന ജാർഖണ്ഡ് ആദിവാസി മേഖല പ്രദേശം BJP ഒരു സ്കോപ്പും ഇല്ലാത്തൊരു സ്ഥലമാണ്. ആകെ 90 സീറ്റ് എവിടെ ഉള്ളൂ. നമുക്കിവിടെ 140 സീറ്റുണ്ട്. 90 സീറ്റുള്ള ജാർഖണ്ഡ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് ചാർജ് കൊടുത്ത് അവിടെ പിന്നെ ഒരു മുഖ്യമന്ത്രിക്ക് ചാർജ് കൊടുത്ത് ആ സംസ്ഥാനത്തെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ അങ്ങനെയുള്ള കേന്ദ്ര നേതൃത്വത്തിന് കേരളത്തിനോട് താല്പര്യം. അല്ല, എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഒന്ന് ഇത് റൈറ്റ് ഓഫ് ചെയ്താണ്. ഈ തള്ളി വേണ്ട, ഈ കുറച്ച് ആൾക്ക് ഇത് വേണ്ട. നിങ്ങളെ കെൽപ്പിൽ ഇപ്പൊ തന്നെ ഈ മണ്ഡല ക്രമീകരണം വരുന്നു, സെൻസസ് ഒക്കെ വരുന്നവരും കൂടി കാര്യങ്ങളല്ല സ്ഥിതികളൊക്കെ മാറും. അപ്പോഴും അനുഭവിക്കാവുന്ന കേരളമാണ്. അപ്പൊ അത് വളരെ ഗൗരവത്തോടു കൂടി അത് പിന്നെ കേരളത്തിലെ ആൾക്കാരും മുന്നണി സംവിധാനങ്ങളും ഒക്കെ അത് ആൾക്കാരുടെ ഭാഗത്ത് ഒരു ആവശ്യമായിട്ടുണ്ട്. പക്ഷെ അതിന് ഉൾക്കൊള്ളാനുള്ള നേതൃത്വം ഇല്ല. അത് സ്വാഭാവികമായത് ഇപ്പോൾ BJP ആണ് ഇതിൽ ആരും അടുപ്പിക്കാത്ത ഒരു പാർട്ടി എന്നുള്ള നിലയിലാണ് നമ്മൾ BJPക്ക് ചർച്ച കൊണ്ടുവരുന്നത്. ഇല്ലെങ്കിൽ മറ്റൊരു പാർട്ടി എങ്കിൽ മറ്റൊരു പാർട്ടി ഒരു തേർഡ് ഫ്രണ്ടിൽ ആവശ്യം അത് അടുത്ത ആ ഒരു സാറ്റിസ്ഫൈ ചെയ്യാൻ ഈ പ്രസ്ഥാനത്തിന് കഴിയുന്നില്ല. അതിനുള്ള സാമൂഹ്യ പരിസരം ഇല്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങളാണ് ആവശ്യം. അതില്ലെങ്കിൽ ഇനിയും 26, 31 എന്നൊക്കെ പറഞ്ഞിങ്ങനെ പൊക്കോണ്ടിരിക്കാം.